നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം പ്രതിസന്ധിയിലേക്ക്. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം ചെയ്യില്ലെന്ന് വിതരണക്കാർ. 9 മാസത്തെ കുടിശ്ശിക 90 കോടിയിലേറെ രൂപ. തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടാ ലിസ്റ്റിലുള്ള യുവാവിനെ കുത്തിക്കൊന്നു. മരിച്ചത് ഏണിക്കര സ്വദേശി സാജൻ. അയൽവാസി ജിതിൻ അറസ്റ്റിൽ. 2 പേർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് ഇടിച്ചു മരിച്ച കൃഷ്ണേന്ദുവിന്റെ സംസ്കാരമുടൻ. മടവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുദർശനം. ദുഃഖം താങ്ങാനാവാതെ ബന്ധുക്കളും സഹപാഠികളും. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വൻ തീപിടുത്തം. ഇരുനില കെട്ടിടം കത്തി നശിച്ചു. കോടികളുടെ നഷ്ടം. ആളപായമില്ല. തീപിടുത്തമുണ്ടായത് പുലർച്ചെ. കാസർഗോഡ് മാടക്കാലിലെ കൃഷിയിടങ്ങൾ ഉപ്പുവെള്ള ഭീഷണിയിൽ. ഏക്കർ കണക്കിന് കൃഷി കരിഞ്ഞുണങ്ങി. കർഷകർ ദുരിതത്തിൽ. തടയണ വേണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് വിതരണം പ്രതിസന്ധിയിലേക്ക്. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണം പുനരാരംഭിക്കില്ലെന്ന നിലപാടിലാണ് വിതരണക്കാർ. 9 മാസത്തെ കുടിശ്ശിക 90 കോടിയിലേറെ രൂപയാണ്. വിതരണക്കാർക്ക് ലഭിക്കാൻ ഉള്ളത് 90 കോടിയിലേറെ രൂപയാണ്. തുക ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് ഉൾപ്പെടെ വിതരണക്കാർ കത്ത് നൽകിയിരുന്നു. നിലവിലെ അവസ്ഥ തുടർന്നാൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും. തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടയെ കുത്തിക്കൊന്നു. ഏണിക്കര സ്വദേശി സാജനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രിയാണ് ഏണിക്കര സ്വദേശി സാജന് കുത്തേറ്റത്. ഇയാളുടെ അയൽവാസിയായ ജിതിനാണ് ആക്രമിച്ചത്. ജിതിനും സംഘവും സാജന്റെ വീട്ടിലെത്തുകയും ടിപ്പർ തൊഴിലാളിയായ സാജനോട് വാഹനത്തിന്റെ ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് പുറത്തിറക്കുകയുമായിരുന്നു. സാജന് ഭാര്യയുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ആക്രമണം. സാജൻ ജിതിന്റെ ഭാര്യയുടെ മാല പണയം വെച്ചിരുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പരുക്കേറ്റ സാജൻ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. പ്രതി ജിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് കൂട്ടുനിന്ന 2 പേർ കൂടി കസ്റ്റഡിയിലാണ്. കൊല്ലപ്പെട്ട സാജൻ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇയാൾക്കെതിരെ 7 കേസുകളുണ്ട്. ജിതിന്റെ ഭാര്യ സഹോദരൻ രതീഷ്, ബന്ധു മഹേഷ് എന്നിവരാണ് നെടുമങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണൂരിൽ ബൈക്ക് ഡിവൈഡറിലിടിച്ച് യുവാവ് മരിച്ചു. നണിച്ചേരി സ്വദേശി രാഹുലാണ് മരിച്ചത്. തളാപ്പിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നു. മടവൂരിൽ സ്കൂൾ ബസ് ഇടിച്ച് മരിച്ച കൃഷ്ണേന്ദുവിന്റെ വീട്ടിൽ പൊതുദർശനം തുടരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മടവൂർ LP സ്കൂളിൽ 100 കണക്കിന് പേർ കൃഷ്ണേന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങവെ വീടിന് മുന്നിൽ വെച്ച കൃഷ്ണേന്ദു അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ ബസിന്റെ ഡ്രൈവറെ പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വൻ അഗ്നിബാധ. ഇരുനില കെട്ടിടം കത്തിനശിച്ചു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നു. കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. പുലർച്ചെ 2 മണിയോടെയാണ് പശുമലയിലെ KR ബിൽഡിംഗിൽ തീപിടിച്ചത്. തടി ഉപയോഗിച്ച് നിർമ്മിച്ച പഴയകാല കെട്ടിടമായതിനാൽ തീ അതിവേഗം പടർന്നു. പീരുമേട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ കടകളിലേക്ക് വ്യാപിച്ചു. 3 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് നിയന്ത്രണ വിധേയമായത്. താഴത്തെ നിലയിലെ 5ഉം 2ാം നിലയിലെ 2 സ്ഥാപനങ്ങളിലുമാണ് തീ പടർന്നത്. ഒരു ഹോം അപ്ലയൻസ് ഫർണിച്ചർ ഷോറൂം, സ്പെയർ പാർട്സ്, സ്റ്റേഷനറി കടകളാണ് കത്തിയമർന്നത്. 2ാം നിലയിലെ കമ്പ്യൂട്ടർ സെന്ററിലും ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസിലും തീ പടർന്നു. കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ചെർപ്പുളശ്ശേരി തിരുവാഴിയോട് ഓടുന്ന ബസ്സിന് തീപിടിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. കോഴിക്കോട് നിന്നും ചെന്നൈക്ക് പോയ സ്വകാര്യ ബസ്സിനാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ഏറെ സമയമെടുത്താണ് ഫയർഫോഴ്സ് എത്തി തീ കെടുത്തിയത്. ബസ്സിൽ നിന്നും പുക ഉയർന്നപ്പോൾ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയിരുന്നു. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഉപ്പുവെള്ള ഭീഷണിയിലാണ് കാസർഗോഡ് മാടക്കാലിലെ കൃഷിയിടങ്ങൾ. കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കാരണം ഇവിടെ കൃഷിനാശം പതിവാണ്. ഒരു കാലത്ത് നെല്ലും പച്ചക്കറിയുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞിരുന്ന മാടക്കാൽ ഗ്രാമം എന്നാൽ കുറച്ചു വർഷങ്ങളായി പഴയ പ്രതാപമില്ല. മാടക്കാലിൽ ശേഷിച്ച കൃഷിയോഗ്യമായ പ്രദേശങ്ങളിൽ ഒന്നാണ് കിഴക്കൻ തീരദേശമായ മുള്ളിപ്പുഴ. മികച്ച വിളവ് തിരിച്ചു നൽകുന്ന മണ്ണിൽ പ്രതീക്ഷയർപ്പിച്ച് ഇത്തവണയും നാട്ടുകാർ വലിയ തോതിൽ കൃഷിയിറക്കി. എന്നാൽ രാത്രിയുണ്ടാകുന്ന വേലിയേറ്റം കർഷകരെ പ്രതിസന്ധിയിലാക്കി. കൃഷിയിടങ്ങൾ പൂർണ്ണമായി ഉപ്പുവെള്ളത്തിലായി. ഇപ്പോൾ പറയാനുള്ളത് നഷ്ടക്കണക്കുകൾ മാത്രം. വേലിയേറ്റത്തിന് ഒരുപാട് ഉപ്പുവെള്ളം കയറി മൊത്തം നശിച്ചായിരുന്നു. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്ഥലത്ത് കൾബർട്ട് സ്ഥാപിച്ചിട്ടില്ല. പുലർച്ചെ 3 മണി മുതലാണ് വെള്ളം കയറുന്നത്. 6 മണിയോടെ കൃഷിയിടം പൂർണ്ണമായി മൂടും. ഏക്കർ കണക്കിന് കൃഷി ഇതിനോടകം കരിഞ്ഞുണങ്ങി. തഴച്ചു വളർന്ന മറ്റു വിളകളും വാടി. വെള്ളരിയും മധുരക്കിഴങ്ങുമാണ് പ്രദേശത്തെ പ്രധാന ഇടവിള കൃഷിയെങ്കിലും ചീരയും വാഴയും കപ്പയുമെല്ലാം ഇവിടെ മികച്ച വിളവ് നൽകുന്നുണ്ട്. മഞ്ഞുകാലമായാൽ വ്യക്തികളും സംഘങ്ങളും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കും. പ്രാദേശികമായി തന്നെയാണ് വിളകൾ ഏറെയും വിറ്റുപോകുന്നത്. തടയണകൾ സ്ഥാപിച്ചാൽ ഉപ്പുവെള്ള ഭീഷണി തടയാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. പാലക്കാട് പാടശേഖരങ്ങളിൽ വളപ്രയോഗത്തിനും കീടബാധ പ്രതിരോധത്തിനും ഡ്രോൺ സാങ്കേതികവിദ്യ സജീവമാകുന്നു. പട്ടാമ്പി കൊണ്ടൂർക്കരയിലെ 80 ഏക്കറിലായിരുന്നു വളപ്രയോഗം നടത്തിയത്. കാർഷിക മേഖലയും പൂർണ്ണമായി ഹൈടെക് ആകുകയാണ്. വളപ്രയോഗത്തിനും കീടപ്രതിരോധത്തിനും ഡ്രോണുകളെ ആശ്രയിക്കുകയാണ് പാലക്കാടൻ കർഷകർ. പാടശേഖരങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയം കണ്ടതോടെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം. കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിലായി 400 ഏക്കറോളം നെൽകൃഷിയുണ്ട്. ഇതിൽ 80 ഏക്കറിലാണ് മിശ്രിതം തളിച്ചത്. മിശ്രിതം ഇലകളിലേക്ക് മുകളിൽ നിന്ന് തളിക്കുന്ന ആധുനിക രീതിയാണ് ഡ്രോൺ വഴി നടപ്പാക്കിയത്. കൂടുതൽ വിസ്തൃതിയിൽ ഫലപ്രദമായ രീതിയിൽ മിശ്രിതം തളിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത.
ഡ്രോൺ വഴിയായതിനാൽ കുറഞ്ഞ അളവിൽ മിശ്രിതം ഉപയോഗിച്ചാലും മതി. ഇത് കർഷകർക്ക് സാമ്പത്തികമായും ലാഭമാണ്. ന്യൂസ് 18 പട്ടാമ്പി. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. നാളെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. തിരക്ക് നിയന്ത്രിക്കാൻ നടപടികൾ തുടങ്ങി. നാളെ 60,000 ഭക്തർക്ക് മാത്രമാണ് മല കയറാൻ അവസരമുണ്ടാവുക. ശബരിമലയിലെ തിരക്ക് തുടരുന്ന കാഴ്ചയാണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 80,000 ഭക്തരാണ് ദർശനത്തിനെത്തിയത്. 80,000 എന്ന് പറയുമ്പോൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള കണക്കാണ്. 70,000 വെർച്വൽ ക്യൂ വഴിയും 10,000 സ്പോട്ട് ബുക്കിംഗ് വഴിയും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ന് എരുമേലി പേട്ടതുള്ളലൊക്കെ പൂർത്തിയാക്കിയാൽ രാത്രിയോടുകൂടി കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവരിവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ, അനുമാനിക്കാൻ കഴിയുന്നത്. പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെ ഒക്കെ ഒരു അനുമാനവും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇനി ഉള്ളത് നാളെ പന്തളത്ത് നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നാളെ മുതൽ നിയന്ത്രണമുണ്ട്. നാളെ 60,000 പേർക്കാണ് ദർശനത്തിന് സൗകര്യം ഉള്ളത്. മറ്റന്നാൾ 50,000, അതിനടുത്ത ദിവസം മകരവിളക്ക് ദിവസം 40,000 പേർക്കുമാണ് ദർശനമുള്ളത്. എന്തായാലും ഇവിടെ കനത്ത തിരക്ക് ഇനി ഇത്തവണ ഉണ്ടാകും. അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിന്യസിച്ചുകൊണ്ട് കൂടുതൽ പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ട് തിരക്കിനിടയിലും സുരക്ഷിതമായൊരു തീർത്ഥാടന കാലം നടത്തി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും ദേവസ്വം ബോർഡും എല്ലാം ഉള്ളത്. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. അമ്പലപ്പുഴ, ആലങ്ങാട് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. രാവിലെ 11 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും പേട്ടതുള്ളിയെത്തിയ അമ്പലപ്പുഴ സംഘത്തെ വാവൂര് പള്ളിയിൽ ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികൾ പുഷ്പങ്ങൾ വിതറിയും ഷാൾ അണിയിച്ചും സ്വീകരിച്ചു. 3 മണിയോടെയാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ കണക്കിലെടുത്ത് എരുമേലിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മറ്റു വാർത്തയിലേക്ക്. ബിഷപ്പ് ഹൌസിനു മുന്നിൽ വൈദികരും വിശ്വാസികളും പ്രതിഷേധം തുടരുകയാണ്. കയർ കെട്ടി വലിച്ചതോടെ ഗേറ്റിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു. പ്രതിഷേധക്കാരുമായി ADM ചർച്ച നടത്തും. 6 വൈദികരെ സസ്പെൻഡ് ചെയ്തു. ഡാനി പോളുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഗേറ്റിന്റെ ഒരു ഭാഗം തകർന്നു എന്ന് പറയുമ്പോൾ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. നിലവിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അതുപോലെ തന്നെ പ്രതിഷേധക്കാരുമായി ADMന്റെ ചർച്ച ഉണ്ട്. അത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതില്ല, പ്രതിഷേധം ഇപ്പോഴും തന്നെ തുടരുന്നു. അതിൽ അയവ് വന്നിട്ടില്ല. ഇപ്പോഴുള്ളത് DCP സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. DCP അശ്വതി ജിജി സമരക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ADMനെയും ഇവരുമായി ചർച്ച നടത്താനായിട്ട് കളക്ടർ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സമരക്കാരുമായി DCP ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് വലിയൊരു ഭാഗം
വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും തടിച്ചുകൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നേരമായി ഇവിടെ ഏതു സമയവും ഒരു സംഘർഷ സാധ്യത എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്തരീക്ഷം നിലനിൽക്കുന്നത്. ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നീട് ഗേറ്റിൽ കയർ കെട്ടി വലിച്ച് അതിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമങ്ങൾ തുടങ്ങി. ഈ സമയത്താണ് DCP എത്തുന്നത്. തുടർന്ന് സമരക്കാരുമായി ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ ഒരു വിഭാഗവുമായിട്ട് അകത്ത് ചർച്ചകൾ തുടരുകയാണ്. നിലവിൽ സമരക്കാർ ആവശ്യപ്പെടുന്നത് ഇന്ന് പുലർച്ചെ അകത്ത് പ്രതിഷേധിച്ചിരുന്ന വൈദികരെ പോലീസ് നീക്കം ചെയ്തു. പോലീസ് അവരെ പിടിച്ചു കൊണ്ടുവന്ന് പുറത്തിരുത്തുകയായിരുന്നുവെന്ന് അവർ പറയുന്നു, ആക്ഷേപിക്കുന്നു. ഇതിൽ 2 വൈദികർക്ക് പരിക്കേറ്റതായും വൈദികർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ പോലീസ് നടപടിയിൽ ശക്തമായ രീതിയിൽ അപലപിക്കുന്നു. വിശ്വാസികളും വൈദികരും അപലപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരൊരു ആവശ്യം, ഈ പുറത്ത് കൊണ്ടുവന്ന വൈദികരുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താത്തത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ പഴയതുപോലെ ബിഷപ്പ് ഹൗസിനകത്ത് സമരം തുടരാൻ അനുവദിക്കുക എന്നതാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് സിറോ മലബാർ സഭയുടെ സിനഡ് സമാപിക്കുകയാണ്. സിനഡ് പ്രധാനമായും തന്നെ ചർച്ച ചെയ്തത് കുർബാന ഏകീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോഴുമുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു വലിയ വിഭാഗത്തിന്റെ എതിർപ്പടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്ത് നടപടി എന്നതാണ് ആലോചിക്കുന്നത്. നിലവിൽ 6 വൈദികർക്ക് സസ്പെൻഷൻ അടക്കം സഭാ നേതൃത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരെയാണ് ഒരു 21ഓളം വൈദികർ ബിഷപ്പ് ഹൗസിനകത്ത് പ്രതിഷേധവുമായി എത്തിയത്. അവരെ നീക്കം ചെയ്തതിനെ തുടർന്നുണ്ടായ നടപടിയാണ് ഇപ്പോൾ ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാം ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് വൈദികരും വിശ്വാസികളും പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. കയർ കെട്ടി വലിച്ചതോടുകൂടി ഗേറ്റിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. പ്രതിഷേധക്കാരുമായി ADM ഇന്ന് ചർച്ച നടത്തും. 6 വൈദികരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കൂടെ പരിശോധിക്കാം. സ്ഥലമില്ലെന്ന് പറഞ്ഞ് കൃഷി ചെയ്യാത്തവരാണ് നമ്മൾ പലരും. 3 സെന്റിലെ മട്ടുപ്പാവിൽ മുഹമ്മദ് കൊയ്തു കൂട്ടുന്നത് പലതരം പച്ചക്കറികളാണ്. സ്ഥലമില്ലെന്ന കാരണം പറഞ്ഞ് കൃഷി ചെയ്യാൻ മടിക്കുന്നവർക്ക് ഈ അഭിഭാഷകൻ ഒരു കാർഷിക പുസ്തകമാണ്. പരിമിതമായ 3 സെന്റ് ഓപ്പൺ ടെറസ്, കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെ പച്ചക്കറികൾ കൃഷി ചെയ്യാമെന്നായിരുന്നു അഡ്വക്കേറ്റ് മുഹമ്മദിന്റെ ചിന്ത. ജോലി തിരക്കുകൾക്കിടെ കൃഷിക്കായി സമയം കണ്ടെത്തി. 230ഓളം ഗ്രോ ബാഗുകളിലായിരുന്നു കൃഷി. പയർ, തക്കാളി, മുളക്, വെണ്ട, ക്യാബേജ്, വഴുതന തുടങ്ങി 10ഓളം ഇനങ്ങൾ കൃഷി ചെയ്തു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം, കരിമ്പം ജില്ലാ കൃഷി ഫാം എന്നിവിടങ്ങളിൽ നിന്നാണ് വിത്തുകൾ സംഘടിപ്പിച്ചത്. കീടശല്യമായിരുന്നു പ്രധാന വെല്ലുവിളി. ഇവയെ ചെറുക്കാനായി വേപ്പെണ്ണ പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചു. വളമായി ഉപയോഗിക്കുന്നതാകട്ടെ അടുക്കള മാലിന്യവും ചാണകവെള്ളവും. കീടശല്യമാണ് ഏറ്റവും നമ്മെ പ്രയാസപ്പെടുത്തുന്ന സംഗതി. അത് ഇത്തവണ തക്കാളി ഞാനത് നിയന്ത്രിച്ചു. സ്യൂഡോമോണസ് നന്നായിട്ട് 3 ദിവസത്തിലൊരിക്കൽ തളിച്ചു കൊടുക്കുന്നത് കൊണ്ട് അത് നിയന്ത്രണ വിധേയമാണ്. പിന്നെ വന്നത് മുളകിനുള്ള കുരുടിപ്പാണ്. ആ കുരുടിപ്പും ഒരു കാരണവശാലും രാസ കീടനാശിനി ഉപയോഗിക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി കേവലം നമ്മുടെ വേപ്പെണ്ണ മിശ്രിതമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതും 3 ദിവസത്തിലൊരിക്കൽ കണ്ട് ഇപ്പോൾ 6 തവണ ഞാൻ തെളിച്ചു. ഏതായാലും ആ കുരുടിപ്പ് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഭാര്യ സൈനാബിയാണ് കൃഷിയിൽ മുഹമ്മദിന്റെ സഹായി. മനസ്സുവെച്ചാൽ മട്ടുപ്പാവിലും പൊന്നു വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് മുഹമ്മദ്. ന്യൂസ് 18 തളിപ്പറമ്പ്. പത്തനംതിട്ടയിലെ പള്ളിമുക്ക് സ്വദേശി ജോൺ ബാബുവിന്റെ വീട് പ്രകൃതി സൗഹൃദമാണ്. 75-ലധികം ഫലവൃക്ഷങ്ങൾ വീടിന് ചുറ്റും നട്ടുപിടിപ്പിച്ചാണ് പരിസരം ഹരിതാഭമാക്കിയത്. കടുത്ത വേനലിലും ഫലവൃക്ഷങ്ങളാൽ സമൃദ്ധമാണ് ജോൺ ബാബുവിന്റെ വീടും പരിസരവും. പുറത്ത് നല്ല ചൂടാണെങ്കിലും അതൊന്നും ഇവിടെ ബാധിക്കില്ല എന്നതാണ് പ്രത്യേകത.
പ്രവാസിയായിരുന്നു ജോൺ ബാബു. വീട് വെക്കും മുൻപേ പരിസരം നിറയെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. വീട് പണി തീർന്നപ്പോൾ മരങ്ങളും വളർച്ചയിലെത്തി. ഇതിനകത്ത് 75 ഇനം ഫലവൃക്ഷങ്ങൾ ഇപ്പോഴുണ്ട്. ഇതിൽ കൂടുതലുണ്ടായിരുന്നു, ചിലതൊക്കെ നശിച്ചുപോയി. ഫലവൃക്ഷങ്ങൾ മാത്രമല്ല, മറ്റേ തണൽ മരങ്ങളുണ്ട്, പൂച്ചെടികളുണ്ട്. പ്രകൃതിയോട് ആദ്യം മുതലേ ചെറുപ്പം മുതലേ സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. നാടൻ ഫലവൃക്ഷങ്ങൾക്ക് പുറമെ ആപ്പിൾ, പാകിസ്ഥാൻ ലെമൺ, മുസംബി, പലതരം ഓറഞ്ചുകൾ, മിൽക്ക് ഫ്രൂട്ട്, മറ്റോവ, ബറാവ, കെപ്പൽ തുടങ്ങി വിദേശികളും തോട്ടത്തിലുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയും ചെയ്യുന്നു. സുഗന്ധദ്രവ്യമായ ഊത് നിർമ്മിക്കുന്ന മരമാണ് തോട്ടത്തിലെ അപൂർവ വൃക്ഷങ്ങളിൽ ഒന്ന്. ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന മഴവെള്ള സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. വീടിന്റെ പരിസരത്തും മട്ടുപ്പാവിലും പച്ചപ്പ് നിറഞ്ഞുവെങ്കിലും ഇനിയും കൃഷി വിപുലീകരിക്കണമെന്നതാണ് ജോൺ ബാബുവിന്റെ ആഗ്രഹം. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6030 രൂപ, പവന് 48,240 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവുമായി TG സജിത്ത് ചേരും. നമസ്കാരം. ഈ ഐസ്ക്രീമിനകത്ത് എന്തൊക്കെയുണ്ട്? എനിക്ക് സംസാരിക്കുന്നത് നല്ല തണുപ്പാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് കഴിക്കുന്ന ഐസ്ക്രീമിന്റെ പ്രോസസ് പറഞ്ഞ അത്ര സിമ്പിൾ അല്ല.